506 രാവ്. ദുനിയാസാദ് പറഞ്ഞു. അല്ലയോ എൻ്റെ സഹോദരി, നിനക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ നീ ഞങ്ങൾക്ക് നല്ലൊരു കഥ പറഞ്ഞു തരൂ. അങ്ങനെ നമ്മൾക്ക് രാത്രി രസമായി ചിലവഴിക്കാം. ഷഹരസാദ് തുടർന്നു. അല്ലയോ മഹാരാജാവേ, സൈൻ അൽ അസ്നം രാജകുമാരൻ ഒരു ഭൂതരാജാവുമായി ദൃഢവും വിശുദ്ധമായൊരു കരാറിൽ ഏർപ്പെട്ടു. ഒരിക്കലും വിശ്വാസവഞ്ചന ചെയ്യരുത്. ആ കണ്ണാടി നിർദ്ദേശിക്കുന്നതനുസരിച്ച് കിട്ടുന്ന കന്യകയെ രാജാവിന് കൊണ്ടുവന്ന് സമർപ്പിക്കുക. കണ്ണാടി അവന് കൈമാറിക്കൊണ്ട് ഭൂതരാജാവ് പറഞ്ഞു. എൻ്റെ മോനെ, ഈ കണ്ണാടി എടുത്തോളൂ, നിനക്ക് വിട പറഞ്ഞ് ഇറങ്ങാം. അങ്ങനെ രാജകുമാരനും മുബാറക്കും എഴുന്നേറ്റ് രാജാവിനെ പ്രശംസിച്ച് ഇറങ്ങി. അവർ നടന്ന് ജലാശയത്തിനടുത്തെത്തി. അവിടെ അല്പനേരം ഇരുന്നപ്പോഴേക്കും ആനയുടെ ശിരസും സിംഹത്തിൻ്റെ ഉടലുമുള്ള തോണിക്കാരൻ ചങ്ങാടവുമായി എത്തി. അവൻ തിരിച്ച് ചങ്ങാടം തുഴയാനായി തയ്യാറെടുത്തിരുന്നു. അവൻ ജിന്നി രാജാവിൻ്റെ ഉത്തരവ് പ്രകാരം അവരെ തടാകത്തിനക്കരയിലെത്തിച്ചു. പിന്നെ അവർ കൈറോയിലെത്തി സ്വന്തം വീട്ടിൽ പ്രവേശിച്ചു. യാത്രാക്ഷീണം മാറ്റാനായി കുറേ നേരം വിശ്രമിച്ചു. പിന്നെ രാജകുമാരൻ കൂട്ടുകാരന് നേരെ തിരിഞ്ഞു പറഞ്ഞു. എഴുന്നേൽക്കൂ, നമ്മൾക്ക് ബാഗ്ദാദ് നഗരത്തിൽ പോയി ഭൂതരാജാവ് വർണ്ണിച്ചതുപോലുള്ള ഏതെങ്കിലും കന്യകയെ കിട്ടുമോ എന്ന് നോക്കാം. മുബാറക് മറുപടി നൽകി. എൻ്റെ പ്രഭു, നമ്മൾ ഇപ്പോൾ നഗരങ്ങളുടെ നഗരമായ കൊയ്റോയിലാണ്. ലോകത്തിലെ അത്ഭുതകരമായ നഗരങ്ങളിൽ ഒന്നാണിത്. ഇവിടെ അത്തരത്തിലുള്ളൊരു കന്യകയെ കണ്ടെത്താതിരിക്കില്ല. അതുകൊണ്ട് വിദൂരമായ രാജ്യത്തേക്ക് യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല. സൈൻ അൽ അസ്നം സമ്മതിച്ചു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ് മുബാറക്. എന്നാൽ ഏത് രീതിയിലാണ് അത്തരം ഒരു പെൺകുട്ടിയെ കണ്ടെത്തുക? നമ്മൾക്ക് വേണ്ടി ആരാണ് അവളെ തിരയാനായി പോകുക? എൻ്റെ പ്രഭു, മനസ്സ് വിഷമിപ്പിക്കാതിരിക്കുക. ഇവിടെ എനിക്കറിയാവുന്ന പ്രായമായൊരു സ്ത്രീയുണ്ട്. കപടോപായത്തിൻ്റെയും വശീകരണ തന്ത്രത്തിൻ്റെയും അഗ്രഗണ്യയാണവൾ. ഒറ്റ പ്രതിബന്ധങ്ങൾക്കും അവളെ തടസ്സപ്പെടുത്താനാവില്ല. അത്രയ്ക്ക് അജയനാണവൾ. അപ്രകാരം പറഞ്ഞ് അവളെ വിളിക്കാനായി അയാൾ ആളെ വിട്ടു. അവൾ വന്നപ്പോൾ അയാൾ കാര്യങ്ങൾ വിശദീകരിച്ചു. അതിസുന്ദരിയും 15 വയസ്സ് തികയാത്തവളുമായൊരു കന്യകയെ തനിക്ക് വേണം. തൻ്റെ പ്രഭുവിൻ്റെ മകന് അവളെ അയാൾ വിവാഹം കഴിച്ചു കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ധാരാളം വിലയേറിയ സമ്മാനങ്ങൾ അയാൾ അവൾക്ക് വാഗ്ദാനം ചെയ്തു. പദ്ധതി വിജയിപ്പിച്ചാൽ മാത്രം മതി. അവൾ കഠിനമായി അധ്വാനിച്ച് ശ്രമിക്കണം. അവൾ മറുപടി നൽകി. അല്ലയോ പ്രഭു, സമാധാനിക്കുക. അങ്ങയുടെ ആഗ്രഹത്തിനപ്പുറം ആവശ്യങ്ങൾ സാധിപ്പിച്ചു തരാനായി ഞാൻ കൗശലം കണ്ടെത്താം. കാരണം എൻ്റെ സ്വാധീനത്തിൽ അതിസുന്ദരികളും അംഗലാവണ്യമുള്ളവരുമായ യുവതികളുണ്ട്. എല്ലാവരും ബഹുമാന്യരായ ഉന്നത വ്യക്തികളുടെ പുത്രിമാരാണ്. എന്നാൽ മഹാരാജാവേ, ആ വൃദ്ധയ്ക്ക് ആ കണ്ണാടിയെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ നഗരത്തിൽ പോയി അവൾ സ്വന്തം രീതിയിൽ അന്വേഷണം ആരംഭിച്ചു. അപ്പോഴേക്കും നേരം പുലരാറായെന്നും തനിക്ക് കഥ പറയാൻ അനുവദിച്ച സമയം തീർന്നെന്നും ഷഹരസാദ് മനസ്സിലാക്കി.